ഏവർക്കും അമ്മ ദിനാശംസകൾ. ഈ ഭൂമുഖത്ത് അമ്മയില്ലാതെ ജനിച്ച ആരുമില്ല. ജനിക്കാൻ എപ്പോഴും ഒരു ഗർഭപാത്രം ആവശ്യമാണ്. കഴിഞ്ഞ വനിതാ ദിനത്തിൽ സ്ത്രീയെ വാനോളം പുകഴ്ത്തി. ഇപ്പൊ ഇതാ അമ്മ ദിനം, മാതൃദിനം. മാതൃദിനത്തിലും സ്ത്രീയെ അല്ലെങ്കിൽ അമ്മയെ വാനോളം പുകഴ്ത്താറുണ്ട്. ഇന്നലെയോ അല്ല, വർഷത്തിലെ ഓരോ അമ്മ ദിനത്തിലും വനിതാ ദിനത്തിലും സ്ത്രീയെ വാനോളം പുകഴ്ത്താറുണ്ട്. ഈ പുകഴ്ത്തുന്നവരിൽ എത്ര പേർ തൻ്റെ തൊട്ടടുത്തുള്ള യഥാർത്ഥ അമ്മയെ, തൻ്റെ സ്വന്തം അമ്മയെ കാണുന്നുണ്ട് എന്ന് പോലും നമുക്ക് സംശയമാണ്. അമ്മയെ അക്ഷരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ശബ്ദങ്ങൾ കൊണ്ടും വാനോളം പുകഴ്ത്തുമ്പോഴും അതിൽ താൻ ആത്മാർത്ഥതയായിട്ടാണോ ഇത് പറയുന്നത് എന്ന് പോലും നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അഹം എന്ന സിനിമയിൽ യേശുദാസ് പാടിയൊരു പാട്ടുണ്ട്, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. അഹം എന്ന സിനിമയിൽ യേശുദാസ് പാടിയൊരു പാട്ടുണ്ട്, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. അത് റിപ്പീറ്റ് ചെയ്ത് 3 പ്രാവശ്യം ആവർത്തിക്കുമ്പോഴും ആ വാചകത്തിനാണ് പ്രാധാന്യം. ഇവിടെ അടുത്ത വാചകങ്ങൾ നമുക്ക് നോക്കാം. അടുത്ത സെന്റൻസ്, ഭൂമിയിൽ വന്ന് അവതാരമെടുക്കാൻ എനിക്ക് അന്ന് പാതിമെയ്യായ പിതാവിനോ പിന്നതിൻ പാതിമെയ്യായ മാതാവിനോ പിന്നെയും 10 മാസം ചുമന്ന് എന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിന്. അതെ, നമ്മൾ ആരോടാണ് നന്ദി പറയേണ്ടത്? ഇപ്പോ നന്ദി പോയിട്ട് പലരും ദേഷ്യം വന്നാലും അത് മെക്കിട്ട് കയറുന്നത് അമ്മയോടാണ്. അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് എന്നൊരു ചൊല്ലുണ്ട്. അതിനർത്ഥം എവിടെ തോറ്റാലും അമ്മയോടാവാം, അമ്മയോട് അതിന്റെ പ്രതികരണമാകാം എന്നുള്ളതാണ്. അതിന്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ, ദേഷ്യമുണ്ടായാൽ, സങ്കടമുണ്ടായാൽ നമ്മൾ അത് കാണിക്കുന്നത് അമ്മയോടായിരിക്കും. കാരണം അമ്മയ്ക്ക് അത് സോൾവ് ചെയ്യാനുള്ള ശക്തിയുണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ അപ്പനിലേക്കുള്ള വഴി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പനോട് പറയുന്ന ഒരു മീഡിയേറ്റർ ആണ് അമ്മ. അപ്പൻ താഴാണെങ്കിൽ അത് തുറക്കുന്നതിനുള്ള താക്കോലാണ് അമ്മ. മക്കൾ തമ്മിലൊരു തല്ലുപിടുത്തം ഉണ്ടായാലും അമ്മയാണ് മധ്യസ്ഥ. കുട്ടിയായിരിക്കുമ്പോഴുള്ള കളികളിൽ ഒരു ചെറിയ തുണിക്കഷ്ണമോ ഒരു ഷോളോ കിട്ടിയാൽ അത് സാരിയായി ധരിച്ചുകൊണ്ട് അമ്മയായി കളിച്ചിരുന്ന ആ കാലമൊന്നും വിദൂരതയിലല്ല. അന്നത്തെ അമ്മമാരിൽ നിന്നും വളരെ വ്യത്യസ്തതയുള്ളവരാണ് ഇന്നത്തെ അമ്മമാർ. അന്ന് ഇല്ലായ്മയിൽ നിന്നും മക്കളെ വളർത്തുന്ന മാതാപിതാക്കളായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, ഉള്ളായ്മയിൽ നിന്നും ഉള്ളതിനേക്കാൾ ഏറെ കൊടുത്ത് വളർത്തുന്ന അമ്മമാരാണ്. അന്നത്തെ മക്കൾക്കുള്ള സ്നേഹത്തെക്കാളും ഇന്നത്തെ മക്കൾക്കുണ്ടാകുന്നത് തങ്ങൾക്ക് വീട്ടിൽ എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് തനിക്ക് കിട്ടണം എന്നുള്ളൊരു ധ്വനി മാത്രമാണ് ഇന്നത്തെ മക്കളിലുള്ളത്. എന്താണ് അത്രേ ഉള്ളു, ഇനിയൊന്നുമില്ല. എല്ലാ അമ്മമാർക്കും അപ്പൊ ഈ കഴിഞ്ഞ 1 മാസം മുൻപായിരുന്നു എൻ്റെ അമ്മയുടെ മരണം. അമ്മ ഉണ്ടായിരുന്നപ്പോൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. എല്ലാ ജന്മദിനത്തിനും അമ്മയുമായിട്ടുള്ള ഒരു സംഭാഷണവും എൻ്റെ ജനിച്ച ദിവസത്തെക്കുറിച്ചുള്ള ആവർത്തനവും ആ ദിവസത്തിന്റെ വിവരണവും ഞാൻ കേട്ടുകൊണ്ടാണ് ആ ജന്മദിനത്തിൽ ഞാൻ പൂർത്തിയാക്കിയിരുന്നത്. പക്ഷെ ഈ കഴിഞ്ഞ ജന്മദിനത്തിൽ എനിക്കത് പറയാൻ എന്നോടൊപ്പം എൻ്റെ അമ്മയില്ലായിരുന്നു. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച്, ഇനി ഉണ്ടാകാവുന്ന എല്ലാ വർഷങ്ങളിലും അമ്മയുടെ സാമീപ്യം എനിക്കുണ്ടാകില്ല. അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് ഞാൻ മുമ്പ് ചിന്തിച്ചിട്ടേ ഇല്ല. ഇന്ന് നിങ്ങൾ മിക്കവാറും പേർക്കും അമ്മയുണ്ട്. ആ അമ്മയുടെ സാന്നിധ്യം നിങ്ങൾ നിഷേധിക്കരുത്. നിങ്ങളുടെ സാന്നിധ്യം അമ്മയ്ക്കും. കൊടുക്കാവുന്നത്രയും സ്നേഹം കൊടുക്കുക, കിട്ടാവുന്നത്രയും സ്നേഹം സ്വീകരിക്കുക. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ച അറിയില്ല എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിൽ ആ കണ്ണിന്റെ കാഴ്ച നിങ്ങൾ തീർച്ചയായും അറിയുക. നിങ്ങളൊരമ്മയാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും ആ കാഴ്ച അനുവദിച്ചു കൊടുക്കുക. സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുക. എല്ലാ അമ്മമാർക്കും അമ്മ ദിനാശംസകൾ നേർന്നുകൊണ്ട് നമസ്കാരം.